ആഗമനകാലം 2-ാം വാരം ചൊവ്വ. തിരുവചനം: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 18:14. ഇന്നത്തെ സുവിശേഷത്തിൽ നല്ല ഇടയനായ ഒരു ആട്ടിടയനാണ് നാം കാണുന്നത്. 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒന്ന് മാത്രം നഷ്ടപ്പെട്ടപ്പോൾ 99നെയും മലയിൽ വിട്ടിട്ട് നല്ല ഇടയൻ നഷ്ടപ്പെട്ടു പോയ ഒന്നിനു പുറകെ അന്വേഷിച്ചു പോവുകയാണ്. വാശിയോടെ അന്വേഷിച്ചു പോവുകയാണ്. ഈ വേളയിൽ അർമേനിയൻ ടൗണായ സ്പിലാക്കിൽ നടന്ന ഒരു സംഭവം നമുക്ക് ഓർമ്മിക്കാം. 1988 ഡിസംബർ മാസം 7-ാം തീയതി രാവിലെ 11:41 നടന്ന ഭൂമികുലുക്കത്തിൽ അനേകം കെട്ടിടങ്ങൾ തകർന്ന് കല്ലിൻ കൂമ്പാരമായി മാറി. രക്ഷാപ്രവർത്തനം ഒരിടവും എത്തിയില്ല. തൻ്റെ മകൻ്റെ ക്ലാസ് റൂം എവിടെയാണെന്ന് നന്നായി അറിയാവുന്ന പിതാവ് അർമനാഖ് സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു എങ്കിലും കയ്യിൽ കിട്ടിയ ഒരു പാരയുമായി ചെന്ന് സ്കൂൾ പരിസരത്ത് ഒരു ഒറ്റയാൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഏത് അവസ്ഥയിലും ഞാൻ നിന്നോട് കൂടി ഉണ്ടാകും എന്ന് മകന് കൊടുത്ത വാക്ക് മറക്കുവാൻ പിതാവിന് സാധിക്കുന്നില്ല. 36 മണിക്കൂറുകൾക്ക് ശേഷം താഴെ കണ്ട ഒരു വിടവിലൂടെ ആ പിതാവ് മകനെ വിളിച്ചു. മകൻ അർമാൻ വിളി കേട്ടു എന്ന് മാത്രമല്ല, പപ്പ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് ഇവിടെയുള്ള കൂട്ടുകാർക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ആ മകൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഒരു മകൻ്റെ വിശ്വാസം, അപ്പൻ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള വിശ്വാസം, അതിലുപരി ഒരപ്പൻ്റെ വാശി, ഒടുങ്ങാത്ത സ്നേഹം. സുവിശേഷത്തിലെ ഇടയൻ നല്ല ഇടയൻ ആകുന്നത് ആടുകളോടുള്ള കരുതലും സ്നേഹവും കൊണ്ട് മാത്രമല്ല, അതിലുപരി ആടുകൾക്ക് വേണ്ടി സ്വജീവൻ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്. എന്നെയും എത്രയോ പ്രാവശ്യം തോളിലേറ്റിയ നല്ല ഇടയൻ്റെ സ്നേഹം ആഴത്തിൽ എന്നെ ബോധ്യപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ഈ വേളയിൽ പ്രാർത്ഥിക്കാം.